പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2014 ആണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആദ്യം ചുമതലയേൽക്കുന്നത്. പിന്നീട് 2 പൊതു തെരഞ്ഞെടുപ്പുകൾ. ആ തെരഞ്ഞെടുപ്പുകളെ നയിച്ചത് നരേന്ദ്രമോദി തന്നെയായിരുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA മുന്നണിയെ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും 2 തവണ അധികാരത്തിൽ എത്തിക്കാൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ച നരേന്ദ്രമോദിക്ക് സാധിക്കുകയും ചെയ്തു. അതായത് 2014 സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഇപ്പോൾ ഈ വിവരം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന സമയത്തും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി തുടരുകയാണ്. അവിടെയാണ് നരേന്ദ്രമോദി ചരിത്രപരമായ നേട്ടം കൈവരിച്ചത്. ആ നേട്ടത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ. എന്താണ് നരേന്ദ്രമോദിയുടെ ഈ റെക്കോർഡ് നേട്ടം എന്നുള്ളതാണ്. അതായത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ എത്തി പ്രധാനമന്ത്രി സ്ഥാനത്ത് 4399 ദിവസം നരേന്ദ്രമോദി പിന്നിടുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ 1-2 വിവരങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തേത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ എത്തി എന്നുള്ളതാണ്. നമുക്കറിയാം, 1947 ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം പ്രധാനമന്ത്രിമാരുടെ പട്ടികകൾ പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പിലൂടെ അല്ലാതെ അധികാരത്തിലേറിയിട്ടുള്ള പ്രധാനമന്ത്രിയുണ്ട്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത പ്രധാനമന്ത്രിയുണ്ട്. അതായത് നരേന്ദ്രമോദിക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്, അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ വിജയിക്കുകയോ ചെയ്തല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ളത്. അദ്ദേഹം രാജ്യസഭ MP എന്ന നിലയിലായിരുന്നു പ്രധാനമന്ത്രിയായിട്ടുള്ളത്. ഇവിടെ ഇതാ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തുന്നു, അങ്ങനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തുന്നു. അവിടെ ഇടവേളകൾ ഇല്ലാതെ പ്രധാനമന്ത്രി പദത്തിൽ തുടരുന്നു. ആ റെക്കോർഡാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ തേടിയെത്തിയിട്ടുള്ളത്. നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ 4399 ദിവസത്തിൽ ഒരു ഇടവേളയും ഉണ്ടായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇത്രയധികം ദിവസം എന്ന് പറയുമ്പോൾ അത് 12 വർഷവും 15 ദിവസവും ആണ് പിന്നിടുന്നത് എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യാഴവട്ടം എന്ന് തന്നെ പറയാം. അതത്ര ചെറിയ കാലയളവല്ല എന്നതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. കാരണം തെരഞ്ഞെടുപ്പുകളെ നേരിടുക, തെരഞ്ഞെടുപ്പുകളെ വിജയിക്കുക, അങ്ങനെ പ്രധാനമന്ത്രി എന്ന നിലയിൽ തുടരുക എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ചെറു പാർട്ടികളും അടങ്ങുന്ന ഏതാണ്ട് 700-ൽ അധികം പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട്. അങ്ങനെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മാത്രവുമല്ല, ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ ചില നേതാക്കളും ഉണ്ടാകും. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലേറുന്നു. കോൺഗ്രസിന്റെ നിരവധിയായ നേതാക്കൾ വിജയിച്ചു കയറുന്നു. അവിടെ ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച ഒരു ചർച്ചയുണ്ടായിരുന്നുവെങ്കിൽ 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം BJPയെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ച് മറ്റൊരു പേരും ഉയർന്നു വന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിലും പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി 12 വർഷങ്ങൾ തികയ്ക്കുന്നു എന്നത് എടുത്തു പറയേണ്ടത്. ഇപ്പോഴും മോദിക്കപ്പുറത്തേക്ക് ഒരു ബ്രാൻഡ് NDAയിലും ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് മോദി എന്ന ഈ പേര് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് മോദി മറികടന്ന ഈ റെക്കോർഡിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ്. പലതരത്തിലാണ് സോഷ്യൽ മീഡിയകളിൽ റിപ്പോർട്ടുകളായി പുറത്തു വരുന്നുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രിയായിരുന്ന ആളായി നരേന്ദ്രമോദി മാറി എന്ന നിലയിലൊക്കെയുള്ള പ്രചാരണമുണ്ട്. എന്നാൽ വസ്തുത അങ്ങനെയല്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രിയായിരുന്നിട്ടുള്ളത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. പക്ഷേ നെഹ്റുവിൻ്റെ ഒരു റെക്കോർഡ് തന്നെയാണ് ഈ ഘട്ടത്തിൽ നരേന്ദ്രമോദി മറികടന്നിട്ടുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ടത്. അതെന്താണ്? നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു ഭരണകൂടത്തെ തെരഞ്ഞെടുത്തു. ആ ഭരണകൂടം കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. കോൺഗ്രസ് തീരുമാനിച്ചത് അന്ന് ജവഹർലാൽ നെഹ്റുവിനെ അല്ല എന്ന തരത്തിലൊക്കെയുള്ള വാദപ്രതിവാദങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ പ്രധാനമന്ത്രിയാകണം എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ പൊതു താല്പര്യം എന്നതൊക്കെയാണ് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്ക് ആ ചർച്ച തൽക്കാലം മാറ്റി നിർത്താം. എന്താണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. അങ്ങനെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു 1947 മുതൽ 1964 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു എന്നതാണ്. ഇതാ നോക്കൂ, 6130 ദിവസം ആണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചത് എന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രിയായിരുന്നത് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അതിൽ 2 പോർഷനുകൾ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, 1947 ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ അതൊരു പൊതു തെരഞ്ഞെടുപ്പിലൂടെ അല്ലെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ അധികാരത്തിൽ വരികയോ അങ്ങനെ ഒരു പ്രധാനമന്ത്രി ആവുകയോ അല്ല ചെയ്തത്.
മറിച്ച് 1952 മെയ് 13 ജവഹർലാൽ നെഹ്റു ഒരു തെരഞ്ഞെടുപ്പിന് നേരിട്ട് സർക്കാർ രൂപീകരിച്ച പ്രധാനമന്ത്രി എന്ന നിലയിൽ അധികാരത്തിൽ വന്നത്. അങ്ങനെ കണക്കിലാക്കുമ്പോൾ 1952 മുതൽ 1964 അദ്ദേഹം മരണപ്പെടുന്നതുവരെ 4397 ദിവസം ആയിരുന്നു ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി എന്ന നിലയിൽ ചുമതല ഏറ്റിരുന്നത് എന്നതാണ്. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് നടക്കുകയും ആ തെരഞ്ഞെടുപ്പിന് ശേഷം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാവുകയും ചെയ്ത കാലയളവ് പരിശോധിക്കുമ്പോൾ 4397 ദിവസം അത് തുടർച്ചയായി തന്നെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കാൻ സാധിച്ചു. ആ റെക്കോർഡാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദി തിരുത്തിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇത് മാത്രവുമല്ല, ഇനി നമ്മൾ മറ്റൊരു പേര് കൂടി ഓർത്തെടുക്കേണ്ടതുണ്ട്. അത് ഇന്ദിരാ പ്രിയദർശിനിയുടെ തന്നെയാണ്. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയും പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ കാലയളവിൽ സേവനമനുഷ്ഠിച്ചു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതായത് 5829 ദിവസം ആണ് ഈ തരത്തിൽ, അതായത് പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ദിരാഗാന്ധി സേവനം അനുഷ്ഠിച്ചത്. അതിൽ തന്നെ തെരഞ്ഞെടുപ്പിലൂടെ, അതും നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ കടന്നുവരുമ്പോൾ അപ്രതീക്ഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആയിരുന്നു എന്നത് നമുക്കറിയാം. അതിനുശേഷം പിന്നീട് തെരഞ്ഞെടുപ്പിലൂടെ ഇന്ദിരാഗാന്ധി 5416 ദിവസം പ്രധാനമന്ത്രി എന്ന നിലയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ ഒരു റെക്കോർഡ് നേരത്തെ തന്നെ നരേന്ദ്രമോദി മറികടന്നിരുന്നു. അതായത് തുടർച്ചയായി 4077 ദിവസം ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നു. ആ തുടർച്ചയായ 4077 എന്ന ദിവസം നേരത്തെ തന്നെ നരേന്ദ്രമോദി പിന്തള്ളിക്കഴിഞ്ഞതാണ്. ഇവിടെ ഇതാ 1966 മുതൽ 77 വരെ, അവിടെയാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായെങ്കിലും ഭരണ തുടർച്ചയിൽ ഒരു ഇടവേളയുണ്ടായത്. അതുകൊണ്ട് തന്നെ 1980 മുതൽ 84 വരെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ആ നിലയിലാണ് ഇവിടെ 5829 ദിവസത്തിലേക്ക് പോകുന്നത്. ഇവിടെ ഇതാ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൽ ചില ഇടവേളയുണ്ടായി എന്നതുകൊണ്ടാണ് തുടർച്ചയായി ഭരണം എന്ന ദിവസങ്ങൾ കണക്കിലാക്കുമ്പോൾ അത് 4077 എത്തി നിൽക്കുന്നത്. ഈ രണ്ട് റെക്കോർഡുകൾ, അതായത് ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും പിന്തള്ളിക്കൊണ്ടാണ് ഭരണത്തിലേറിയ ശേഷം തുടർച്ചയായി നരേന്ദ്രമോദി ഏറ്റവും അധികം കാലം ഇന്ത്യയിൽ പ്രധാനമന്ത്രി പദവി അലങ്കരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, 2014 മെയ് 26 മുതൽ ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സേവനം അനുഷ്ഠിക്കുന്നത്. ഇതിനിടയിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം ആയിരുന്നു BJPക്ക് നേടാനായത്. അങ്ങനെ 2019 മെയ് 30 രണ്ടാമതും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം പോലും അദ്ദേഹം പ്രധാനമന്ത്രി തന്നെയാണ്, മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ ഒരു ഇടവേളയും ഉണ്ടായിട്ടില്ല. അതിനുശേഷം നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പൊതു തെരഞ്ഞെടുപ്പ് 2024 ജൂൺ 9 ആ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും മൂന്നാമത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ ചുമതലയേൽക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരു ഇടവേളയും ഉണ്ടായിട്ടില്ല. ഈ 2024 ജൂൺ 9 മൂന്നാം തവണ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഇപ്പോഴും ആ ടേം തുടരുക തന്നെയാണ്. അങ്ങനെയാണ് വലിയൊരു നേട്ടത്തിലേക്ക് നരേന്ദ്രമോദി എത്തുകയും ചെയ്തിട്ടുള്ളത്. അവിടെ പ്രേക്ഷകരോട് ആവർത്തിച്ച് സൂചിപ്പിക്കേണ്ടത്, ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലെ രാഷ്ട്രീയം അല്ല പുതിയ കാലഘട്ടത്തിലെ രാഷ്ട്രീയം. അന്ന് വളരെ കുറച്ച് പാർട്ടികൾ, ഏതാണ്ട് 70ഓളം പൊളിറ്റിക്കൽ പാർട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്നത് 700ഓളം ആയി എത്തി നിൽക്കുന്നു. ജനസംഖ്യ എന്നത് 37 കോടിയാണ് എങ്കിൽ ഇന്നത് 140 കോടിയിലേക്ക് എത്തി നിൽക്കുന്നു. കൂടുതൽ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നരേന്ദ്രമോദി ഇപ്പോഴും പ്രധാനമന്ത്രിയായി തുടരുന്നു, അതും വെല്ലുവിളികൾ ഇല്ലാതെ എന്നത് എടുത്തു പറയേണ്ടത്. ഇതിനിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയെ തേടി 30 രാജ്യാന്തര ബഹുമതികൾ ആണ്, വിവിധ രാജ്യങ്ങൾ നൽകുന്ന ആദരവുകൾ, രാജ്യത്തിൻ്റെതായ പുരസ്കാരങ്ങൾ എല്ലാം അദ്ദേഹത്തിനെ തേടി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് 19 വിദേശ പാർലമെൻറ്റുകളെ അദ്ദേഹം അഭിസംബോധന ചെയ്തു എന്നുള്ളതാണ്. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുകയും അവിടുത്തെ പാർലമെൻറ്റുകളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുള്ളത് നരേന്ദ്രമോദിയാണ്. തീർച്ചയായും ആ ഒരു ബന്ധം ആണ് ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷമടക്കം തുടരുമ്പോൾ പോലും, മറ്റു പല ലോകരാജ്യങ്ങളും വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ പോലും ഈ നയതന്ത്ര സമീപനവും ഈ ബന്ധങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്താൻ ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ വിലക്കയറ്റത്തിലേക്ക് നമ്മുടെ രാജ്യം കടന്നു പോകാത്തത്. ഒപ്പം ഇറാനുമായും അമേരിക്കയുമായും ഇസ്രയേലും ഒക്കെയായി ഇന്ത്യക്ക്
അടുത്ത ബന്ധം പുലർത്താനും സാധിക്കുന്നത് തീർച്ചയായും നരേന്ദ്രമോദിയുടെ നയതന്ത്ര പശ്ചാത്തലം കൂടിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി നരേന്ദ്രമോദിക്ക് മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. അത് ഏതെങ്കിലും നിലയിൽ അധികാരത്തിൻ്റെ കേന്ദ്രത്തിൽ ഏറ്റവും കാലം പൂർത്തിയാക്കുകയോ തുടരുകയോ ചെയ്യുന്ന വ്യക്തി എന്നത് ഇന്ത്യയിൽ ഇപ്പോൾ നരേന്ദ്രമോദി ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അദ്ദേഹം 2001 മുതൽ 2014 വരെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ സേവനമനുഷ്ഠിക്കുന്നു, അതിനുശേഷം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ സേവനമനുഷ്ഠിക്കുന്നു. ഇതെല്ലാം ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു കയറിയാണ് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ആ നിലയിൽ പദവികൾ അലങ്കരിക്കുന്ന ഏറ്റവും കൂടുതൽ കാലം ചുമതല വഹിച്ചിട്ടുള്ള ആൾ എന്ന റെക്കോർഡും ഇപ്പോൾ നരേന്ദ്രമോദിക്കാണ്. 2014 മുതൽ ആണ് അദ്ദേഹം പിന്നീട് ഈ വാരണാസിയിൽ നിന്നുള്ള MP, അവിടെ ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും അദ്ദേഹം മത്സരിച്ചിരുന്നു. രണ്ടിടത്തും വിജയിച്ച് കയറി 2014 വഡോദര എന്ന മണ്ഡലത്തെ മാറ്റി നിർത്തി വാരണാസിയിൽ നിന്നുള്ള MP ആയി തുടരുന്നു. അങ്ങനെയാണ് ഇപ്പോഴും പ്രധാനമന്ത്രി എന്ന നിലയിൽ തുടരുന്നത്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ നേട്ടം എടുത്തു പറയുമ്പോൾ തന്നെ നരേന്ദ്രമോദിയുടെ പ്രവർത്തന മികവ് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രാൻഡ് ആയി മാറി എന്നതിൽ തർക്കമൊന്നുമില്ല. ഇന്ത്യ പല ലോകരാജ്യങ്ങൾക്കും ഇടയിൽ ഇന്ത്യയുടെ പേര് ഉയർന്നു കേട്ടു തുടങ്ങിയത്, ഇന്ത്യക്ക് കൂടുതൽ സ്വീകാര്യത വന്നിട്ടുള്ളത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ്. ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മോദി അധികാരത്തിലേറിയതിനു ശേഷം ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അവർക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചതിനെക്കുറിച്ച് അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. എങ്ങനെയാണ് ഇത്രയധികം നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നത് എന്നതാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം 0 ലീവ് പോളിസി എന്ന നിലയിൽ ആണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതായത് 365 ദിവസവും 24x7 24x7 എന്ന നിലയിൽ ആണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു 12 വർഷം 15 ദിവസം. ഈ 12 വർഷവും 15 ദിവസവും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവധി ഒഫീഷ്യലായി നരേന്ദ്രമോദി എടുത്തിട്ടില്ല എന്നതാണ് വിവരാവകാശ രേഖ പ്രകാരം നൽകുന്ന റിപ്പോർട്ടുകൾ. ഒന്നുകിൽ ഇന്ത്യയിൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം തുടരുന്നുണ്ടാകും, ഏതെങ്കിലും സംസ്ഥാനത്തോ ഒക്കെ സന്ദർശനം നടത്തുന്നുണ്ടാകും. അതല്ല എങ്കിൽ ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളിൽ, നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ ഇന്ത്യയുടെ സമയവും വിദേശ രാജ്യങ്ങളുടെ സമയക്രമവും തമ്മിൽ വ്യത്യാസമുണ്ട്, ദിവസവും തമ്മിൽ ചിലപ്പോഴെങ്കിലും വ്യത്യാസമുണ്ടാകാറുണ്ട്. ഈ 12 വർഷവും 15 ദിവസവും പിന്നിടുമ്പോൾ ഇതുവരെയും പ്രധാനമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ മറ്റേതെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങളോ, അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെട്ടത് നമുക്കറിയാം പ്രധാനമന്ത്രി എന്ന നിലയിൽ ചുമതല വഹിക്കുമ്പോൾ തന്നെയാണ്. പക്ഷേ അപ്പോൾ പോലും ഒരു പൂർണ്ണമായ ദിവസം പ്രധാനമന്ത്രി അമ്മയുടെ മരണാനന്തര ചടങ്ങിന് വേണ്ടി മാറ്റിവെച്ചിരുന്നില്ല. അന്നും അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു എന്നതാണ്. ആ നിലയിൽ ഇതുവരെയും, അതായത് പ്രധാനമന്ത്രിയെ 2014 ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹം ഒരു ദിവസം പോലും അവധി എടുത്തിട്ടില്ല എന്നതാണ് വിവരാവകാശ നിയമപ്രകാരം പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിവരം. ഈ നിലയിലുള്ള ഒരു കൂട്ടായ ഭരണം ആണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ ഭരണ മികവ് കൂടിയാണ് മോദിയെ ഇന്ത്യയുടെ ബ്രാൻഡാക്കി മാറ്റിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.